അമ്മച്ചി എന്തോ പറയാൻ വന്നു. അല്ല, നല്ലൊരു അമ്മായിമ്മയാണെന്ന് തോന്നുന്നു. രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് യോജിക്കുന്നത്. അപ്പൊ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അതിൽ പങ്കെടുക്കണം. എന്ന് വെച്ചാല് ഒരു ഭാര്യയും ഭർത്താവും കൂടെ കല്യാണം കഴിച്ച് വന്നു കഴിയുമ്പോൾ അവരുടെ ഇഷ്ടം മാത്രം നോക്കി അവരങ്ങ്, ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒന്ന് മാറും, ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഭാര്യ മാറും, അങ്ങനെ രണ്ടു കൂട്ടരും മാറും. ആ മാറ്റത്തിനിടയിൽ ഈ അച്ഛനും അമ്മയും അവര് ഒരു ഇച്ചിരി അകലം പ്രാപിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കാതെ പരസ്പരം ആശയവിനിമയം ചെയ്ത് ഇന്നത് തെറ്റാണ്. അമ്മച്ചിക്കോ വിചാരമുണ്ടോ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ, രണ്ട് വീട്ടിൽ വളർന്ന രണ്ട് സാഹചര്യത്തിൽ വളർന്ന ആൾക്കാർ തമ്മിൽ പെട്ടെന്ന് അവരെ യോജിപ്പിക്കാനുള്ളത് അത് ഭർത്താവിന്റെ കടമയാണ്. ഭർത്താവ് പറയണം അമ്മയാണ് പിന്നെ നമ്മളെടുത്ത് വന്ന് സാറ് ഇതെന്റെ അമ്മയാണ്, എന്റെ സഹോദരിയാണ്, നീ അത് അതുപോലെ തന്നെ ചെയ്യണം. അല്ലാതെ ഭർത്താവും പറയണം അതങ്ങനെ പോട്ടെ. അങ്ങനെ ചെറിയ ഭർത്താവ് എല്ലാ കാര്യത്തിലും ഇടപെടണം, ഭാര്യ അതനുസരിച്ച് ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകണം. അപ്പൊ അമ്മായിയമ്മയോട് ചോദിക്കണം. അഭിപ്രായത്തോട് ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. എല്ലാ കാര്യത്തിലും ഇടപെടണം എന്ന് പറഞ്ഞല്ലോ. മകൻ ഇടപെടണം ആള് പറഞ്ഞു. ഞാൻ പറയണേ, എന്റെ അഭിപ്രായം ഈ മകൻ എല്ലാ കാര്യത്തിലും, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം അവര് തീർക്കട്ടെ, മൈൻഡ് ചെയ്യാൻ പോരുത്. എല്ലാ കാര്യത്തിലും മകൻ പോയി ഇടപെട്ടാല് എന്നെയാണോ വലുതാക്കിയത് അവളെയാണോ വലുതാക്കിയത് എന്നുള്ള കോമ്പറ്റീഷൻ ആവും. അതിനേക്കാളും നല്ലത് അവർക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് അവരത് തീർക്കട്ടെ. തീർച്ചയായിട്ടും ഹൈലി മാത്രമല്ല, പൊസസീവ്നെസ് മാത്രമല്ല. നേരത്തെ ഒരു കാര്യം കൂടെ ഒപ്പീനിയൻ ഉണ്ട്. ഈ അമ്മയും ഞാനൊരു സ്വന്തം മകളെ പോലെയാണ് മരുമകളെ കാണുന്നത് എന്ന് പറഞ്ഞു. അത് ഒരിക്കലും നടക്കാത്ത മാത്രമല്ല. ചില ഭർത്താക്കന്മാർക്ക് ഡിപ്ലോമാറ്റിക് വേറെ വൈകുന്നേരം കാർ എടുത്തിട്ട് സിനിമയ്ക്ക് പറയുമ്പോൾ ശ്യാമളെ നീ റെഡിയായില്ലേ, പതുക്കെ അവര് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെയാ പിന്നെ നീ അല്ല പെരയിലൂടെ ഇറങ്ങി വാ, ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയായില്ല. ഒരു മിനിറ്റ്. അതായത് സ്വന്തം മകളെ പോലെ തന്നെ എനിക്ക് വേറെ രണ്ട് മക്കളുണ്ടായിരുന്നു, സ്വന്തം മകളെ പോലെ. ഇന്ന് നിങ്ങൾക്ക് ഫോൺ നമ്പർ വിളിച്ചു ചോദിക്കാം, എന്റെ അയൽവാസികൾ അന്വേഷിക്കാം. ഞാൻ വിളിച്ചു ചോദിക്കാം. തീർച്ചയായിട്ടും അതിന്റെ ആശയം ഇതാണ്. സ്വന്തം സ്വന്തം മകളായിട്ട് കരുതുമ്പോ നമുക്ക് അവിടെ റെസ്പെക്ട് വേണമെന്നില്ല. ഇപ്പൊ സ്വന്തം മോള് അമ്മോട് പറയണം അമ്മേ കുമ്മേ സോറി എന്ന് പറയുമ്പോ അത് കഴിഞ്ഞു. മരുമകൾ അമ്മേ കുമ്മേന്ന് പറഞ്ഞാല് സംഗതി മാറി. അപ്പൊ പറയും എന്റെ മരുമകൾ എന്താണെന്നറിയോ. അതായത് എക്സാമ്പിള് ഒരു റെസ്പെക്ട് നമ്മൾ കൃത്യമായിട്ടും അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മായിമ്മേനെ ഇതെന്റെ സ്വന്തം അമ്മയല്ല, എനിക്ക് വായ തോന്നി പറയാൻ പാടില്ല, എനിക്ക് വായ തോന്നിയ പോലെ അമ്മയോട് പെരുമാറാൻ പാടില്ല, ഇതെന്റെ അമ്മയല്ല എന്ന ഒരു ബോധ്യം മരുമകൾക്കും, ഇതെന്റെ സ്വന്തം മകളല്ല എന്ന ബോധ്യം അമ്മായിമ്മയ്ക്കും ഉണ്ടാകണം. അതുകൊണ്ട് ആ റെസ്പെക്ട് നമ്മൾ കൊടുക്കുമ്പോ ഗിവ് ആൻഡ് ടേക്ക്. അല്ലെ, ഒരു കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് ഒരു മരുമകളെ അമ്മായിമ്മ പൂട്ടിയിട്ടു, ഒരു അമ്മായിമ്മ മരുമകളെ തല്ലിക്കൊന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇപ്പം എന്റെയൊക്കെ തല്ലെഴുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകൾ വായിക്കാൻ മാത്രം ജനിച്ച ഒരാളാണ് ഞാനിപ്പോ. കാര്യം രാത്രിയിലായിരിക്കും മിക്കവാറും അടിച്ചു കൊല്ലുന്നത്, രാവിലെ ഞാൻ ചെന്നത് വായിക്കും. സാറേ എന്താണെന്നറിയോ, ആ റെസ്പെക്ട് വിട്ടപ്പോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായി. എനിക്കിപ്പോ സാറിനോട് റെസ്പെക്ട് ഉള്ളത് കൊണ്ട് നമ്മൾ മാന്യമായിട്ട് സംസാരിക്കും. പക്ഷെ ഈ മകളാണെന്നും പറഞ്ഞ ആദ്യകാലം തലേ കയറ്റി വെച്ച് ബൗണ്ടറി സെറ്റ് ചെയ്യാതെ അമിതമായിട്ട് തീർച്ചയായിട്ടും എൻമെഷ്ഡ് റിലേഷൻഷിപ്പ് ആയി. അത് പിന്നെ അവിടെ വായ തോന്നി ഇതൊക്കെ വിളിച്ചു പറയും. അതൊന്നും പറ്റില്ല സാറേ. എന്റെ വീട്ടിൽ അമ്മയുണ്ട്, അമ്മായിയമ്മയുണ്ട്, എനിക്ക് മരുമകളുണ്ട്, ഇല്ല കണ്ണം പറഞ്ഞ റിലേറ്റീവ്സിനുണ്ട്. അങ്ങനെ അത് ചോദിക്കാൻ പറ്റില്ല. നമ്മളും വിട്ടുവീഴ്ച ചെയ്യണം. ഞാനൊരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്, ഒരു അമ്മായിയമ്മയാണ്. ഞാനും എന്റെ മരുമകളോട് വിട്ടുവീഴ്ച ചെയ്യണം. അല്ല മരുമകൾ മരുമകളായിട്ട് മാത്രമാണ് വിട്ടുവീഴ്ച ചെയ്യണത്, അമ്മായിമ്മയും ചെയ്യണം. അതാ ഞാൻ പറഞ്ഞു, ഞാനും ചെയ്യണം. ഒരു വീട്ടിൽ കിടന്ന് താങ്കളുടെ അഭിപ്രായം പറഞ്ഞു വിട്ടുവീഴ്ചകൾ ചെയ്യണം രണ്ട് വ്യക്തികളായതുകൊണ്ട്. ആര് വിടണം ആര് വീഴണം വിട്ടുവീഴ്ചയാണല്ലോ. രണ്ടുപേരും എല്ലാ ദിവസവും 2 മണിക്കൂർ വിട്ടുവീഴ്ച, അതാണ് പരിപാടി. ഇതിനൊരു മാറ്റം വേണ്ടേ? കേരളത്തിൽ തന്നെ മാറ്റം വേണ്ട. ഈ വാർത്ത വായിക്കാതിരിക്കണമെങ്കിൽ എല്ലാ സ്ത്രീകളും ഇല്ലെങ്കിൽ അമ്മായിയമ്മരും മരുമക്കളും എല്ലാവരും വിട്ടുവീഴ്ച മനോഭാവത്തോട് മുന്നോട്ട് പോകണം. ഒത്തിരി കൊലപാതകങ്ങൾ നടക്കുന്ന സാറ് ഇപ്പൊ പറഞ്ഞു. ഇതൊക്കെ തന്നെ ഒരുപാട് ഞാനിങ്ങനെ കണക്കൂട്ടി സാർ അതിനൊരു പരിഹാരം വേണ്ടേ സാർ? അതിലൂടെയെങ്കിലും എല്ലാ അമ്മമാരും ഇത് കേൾക്കട്ടെ. മരുമകളെ തലക്കടിച്ചു മരുമകളെ അതിനുള്ള ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നമ്മുടെ തലയിലേക്ക് വരുന്നത് നമ്മൾ അലസരായിട്ടിരിക്കും. നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അമ്മായിമ്മയാണേലും ആക്റ്റീവ് ആവുക, മരുമകളാണേലും ആക്റ്റീവ് ആക്റ്റീവ് ആവാൻ പറ്റില്ലല്ലോ. അതാ പറയാ 90 വയസ്സിൽ അമ്മായിമ്മയ്ക്ക് ആക്റ്റീവ് ആവാൻ പറ്റില്ലല്ലോ. നല്ലൊരു സ്ത്രീ ആവാൻ പറ്റും, ഒരു അമ്മയാവാൻ പറ്റും. അതാണ് അവിടെ വേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.